നമസ്കാരം. ഈ ഒരു ദിനത്തിന്റെ സമഗ്ര വാർത്താ ചിത്രം. സ്വാഗതം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ഇനിയും കനക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലേർട്ട്. അതീവ ജാഗ്രതയിൽ മലയോര മേഖല. ഇടുക്കിയിലേക്കുള്ള രാത്രിയാത്ര നിരോധിച്ചു. പൊന്മുടിയിൽ പ്രവേശനം വിലക്കി. മഴയിൽ മുങ്ങി കൊച്ചി. ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട്. തിരുവനന്തപുരത്ത് കിള്ളിയാർ കര കവിഞ്ഞു. വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി. കോട്ടയം ഭരണങ്ങാനത്ത് ഉരുൾപൊട്ടൽ. 7 വീടുകൾ തകർന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിച്ചിൽ. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. ജാഗ്രതാ നിർദ്ദേശം. മുതലപ്പുഴയിൽ പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറി. അഞ്ചുതെങ്ങ് സ്വദേശി മരിച്ചു. വൈക്കം വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കായംകുളത്ത് തെങ്ങ് വീണ യുവാവിന് ദാരുണാന്ത്യം. കാഞ്ഞങ്ങാട് 14കാരൻ മുങ്ങി മരിച്ചു. മിസോറാമിനെ ദുരിതത്തിലാക്കി റിമാൽ. ക്വാറി ഇടിഞ്ഞ് 10 മരണം. മരങ്ങൾ കടപുഴകി. വൈദ്യുതി ബന്ധം തകർന്നു. ചുഴലിക്കാറ്റിൽ ബംഗ്ലാദേശിൽ 10 മരണം. കന്യാകുമാരിയിൽ ധ്യാനത്തിനിരിക്കാൻ പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിന് വ്യാഴാഴ്ചയെത്തും. ചീഫ് സെക്രട്ടറിക്ക് അയച്ച യാത്രാ വിവരം ചോർന്നു. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമെന്ന് നരേന്ദ്രമോദി. വികസിത് ഭാരത് 1 point एजेंडा विकसित भारत. തൃശൂരിൽ കുഴിമന്തിയിൽ നിന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. 178 പേർ ചികിത്സയിൽ. ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. സെയിൻ ഹോട്ടലിനെതിരെ കൂടുതൽ പരാതികൾ. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പീഡന പരാതി. അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്ന് യുവനടി. പിന്നിൽ വ്യക്തിവിരോധമെന്ന് ഒമർ. ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണെന്നും വിശദീകരണം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കേരള തീരത്ത് 11:30 വരെ 1.1 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഐഷത്തുൽ ഷംന വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷംന, സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിലും കടുത്ത മഴയുണ്ടാകും, മഴ കനക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ഏറ്റവും പുതിയ അലേർട്ട് വിവരങ്ങൾ?
ഭവ്യ, നിലവിൽ കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്നുള്ളത്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പ്രകാരം പൂഞ്ഞാറിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. സംസ്ഥാനത്ത് 26 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 1770 പേരുണ്ട് നിലവിൽ. ഇതിൽ തന്നെ 303 പേരും കുട്ടികളാണ്. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ മഴക്കെടുതിയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഇന്ന് കനത്ത നാശനഷ്ടമുണ്ടായി. മഴക്കെടുതിയിൽ ഇന്ന് ഒരാൾ കൂടി മരിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 24ആയി. അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരും. മെയ് 31 മൺസൂൺ സീസണും എത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ശരി, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 2 ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ടാണ്. കോട്ടയത്തും എറണാകുളത്തുമാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത്. മഴക്കാലത്തെ നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണെന്ന് മന്ത്രി കെ രാജൻ. വേനൽ മഴ പ്രതീക്ഷിച്ചതിലും അധികമാണ്. മൺസൂണിന്റെ ആദ്യപാദവും ഇതുപോലെ മഴ ലഭിച്ചാൽ പ്രതിസന്ധിയുണ്ടാകും. ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥർ അനാവശ്യ അവധി ഒഴിവാക്കണമെന്നും മന്ത്രി പ്രതികരിച്ചു. പെട്ടെന്നെത്തിയ അസാധാരണ മഴയാണ് കൊച്ചി നഗരത്തെ വെള്ളത്തിൽ മുക്കിയത്. പ്രധാന റോഡുകളിൽ വെള്ളം നിറഞ്ഞത് രൂക്ഷമായ വെള്ളക്കെട്ടിനും ഗതാഗത തടസ്സത്തിനും ഇടയാക്കി. കളമശ്ശേരി, തൃക്കാക്കര പോലുള്ള ഇടങ്ങളിൽ അസാധാരണമായ രീതിയിൽ വെള്ളം ഉയർന്നു. കൊച്ചിയിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമുണ്ടായതെന്നാണ് സംശയം. കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതോടെ നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. നവി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചിയിൽ അസാധാരണമായ രീതിയിലാണ് മഴ പെയ്തത്. സമാനമായ സാഹചര്യം തന്നെയായിരുന്നു കോട്ടയത്തും. കനത്ത മഴ കോട്ടയത്തും ജനജീവിതം ദുസ്സഹമാക്കി. ഇടമറുകിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് 6 വീടുകൾക്ക് കേടുപാടുണ്ടായി. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിലടക്കം പലയിടത്തും മണ്ണിടിച്ചിലും രൂക്ഷമാണ്. വെള്ളം കയറിയതോടെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചിലാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. തീവ്രമഴ മുന്നറിയിപ്പുണ്ടായിരുന്നില്ലെങ്കിലും കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ പുലർച്ചെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്തത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പൂഞ്ഞാറിൽ. വൈക്കം, വടവാതൂർ, കുമരകം ഇവിടെയെല്ലാം മഴ ജനത്തെ വലച്ചു. ഭരണങ്ങാനം, ഇടമറുക്, ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടി. വട്ടോളിയിൽ പാലത്തോളമെത്തി വെള്ളത്തിന്റെ ഒഴുക്ക്. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡ്, ഏറ്റുമാനൂർ പാലാ റോഡ്, പാലാ കോഴ റോഡിൽ ആണ്ടൂർ ജംഗ്ഷൻ, മണ്ണയ്ക്കനാട് കവല എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി. മരങ്ങാട്ടുപള്ളി കടപ്ലാമറ്റം റോഡിൽ വെള്ളം കയറി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇവിടെ ആയുർവേദ ആശുപത്രിയിലും പാലാ സിവിൽ സ്റ്റേഷന് സമീപത്തെ അംഗൻവാടിയിലും വെള്ളം കയറി. കുറവിലങ്ങാട് വെമ്പള്ളിത്തോട് കരകവിഞ്ഞു. കാണക്കാരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം കയറി. കടുത്തുരുത്തിയിലും കുട്ടിക്കലിലും പെയ്തത് ശക്തമായ മഴ. നിറഞ്ഞൊഴുകുകയാണ് മാർമല അരുവി. മഴ കണക്കിലെടുത്ത് ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചു. ജില്ലയിൽ വൈക്കത്തും ഏറ്റുമാനൂരും 2 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. മുതലപ്പുഴയിൽ വീണ്ടും അപകടങ്ങൾ. പുലർച്ചെ ശക്തമായ തിരമാലയിൽ വെള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം മരിച്ചു. പുലിമുട്ടിലേക്ക് വെള്ളം ഇടിച്ചു കയറിയായിരുന്നു മറ്റൊരു അപകടം. പുലിമുട്ടിൽ വെള്ളം ഇടിച്ചു കയറി കാണാതായ ആളെ രക്ഷപ്പെടുത്തി. മുതലപ്പുഴയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരാണ് മത്സ്യബന്ധന വള്ളത്തിലുണ്ടായിരുന്നത്. ശക്തമായ തിരയടിയിൽ വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ
എബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം ആശുപത്രിയിൽ സംഭവിച്ചു. ഇതിന് പിന്നാലെ തന്നെ മറ്റ് ഒരു വള്ളം കൂടി മറിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ശക്തമായ തിരയടിയാണ് ഉള്ളത്. ആദ്യത്തെ അപകടത്തിന് പിന്നാലെ രണ്ടാമതൊരു വള്ളം കൂടി മറിഞ്ഞു. അതിൽ ഒരാളെ കാണാതായെങ്കിലും പിന്നീട് തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് ഇപ്പോഴും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. പക്ഷേ അപ്രതീക്ഷിതമായി വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇന്നലെ ഈ കടലിൽ പോയ വള്ളങ്ങൾക്ക് ഇപ്പോൾ തിരികെ ഇവിടെ കയറാൻ കഴിയാത്ത സാഹചര്യമാണ്. സർക്കാർ പറയും ജോലിക്ക് പോകണ്ടെന്ന്. വിഷമം കൊണ്ടാണ് വീട്ടിലൊരു വിഷമം കൊണ്ടാണ് ഒരു വ്യക്തികൾ പോകുന്നത്. വരുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കടക്ഷോഭം വരുമ്പോൾ ബോട്ട് ഓടിയും ബോട്ട് മറിഞ്ഞു, പിന്നെ ആളിനെ കിട്ടുന്നില്ല. അങ്ങനെ അപ്പൊ ഡിസംബർ മാസവും മരണങ്ങൾ ഉണ്ടാവാണ് ഈ ആർബാണ്ടകത്ത്. എത്രയോ കോടി രൂപ മുലപ്പൊഴിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഈ കോടികൾ ചെലവാക്കി ഒരു മമ്മട്ടി കൊണ്ടിട്ട് മണ്ണ് കോരുന്ന പോലെയാണ് ഈ ഡ്രഡ്ജിംഗ് കപ്പൽ 3 മാസം കൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് കോരുന്നത്. ഈ ചോദ്യം തന്നെയാണ് പലതവണയായി ഉയരുന്നത്. കാരണം മുതലപ്പൊഴിയിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും മരണം? തീരദേശ ജില്ലകളുണ്ട്, അവിടെയെല്ലാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് മുതലപ്പൊഴിയിൽ മാത്രം ഇങ്ങനെ മരണം സംഭവിക്കുന്നു? അത് ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നത് വ്യക്തമാണ്. അത് മാറ്റുന്നതിനുള്ള നടപടി എത്ര കാലമായി ഈ മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്കുന്നു? ഉറപ്പുകളല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഹരി വിതിരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വൈക്കം വേമ്പനാട്ടുകായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ചെമ്പ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത്. ശക്തമായ കാറ്റിലാണ് വള്ളം മറിഞ്ഞത്. വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു അപകടം. മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് കിള്ളിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി. ജഗതിയിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. നേരത്തെ ബണ്ട് ഉയർത്തി കെട്ടിയിരുന്നുവെങ്കിലും വീടുകളിൽ നിന്ന് ആറിലേക്ക് വെള്ളം ഒഴുകിപ്പോയിരുന്ന ഓവുകളിലൂടെ തിരികെ കയറുകയായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെ അരയി കാർത്തിക പുഴയിലായിരുന്നു അപകടം. മറ്റ് 2 കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു കുട്ടി. നീന്തൽ അറിയാതിരുന്ന കുഞ്ഞ് പുഴയിൽ മുങ്ങിത്താഴുകയായിരുന്നു. 1 മണിക്കൂർ ശേഷം നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ കണ്ടെത്താനായത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റിമാൽ ചുഴലിക്കാറ്റിൽ മിസോറാമിൽ ക്വാറി ഇടിഞ്ഞ് 10 മരണം. രാവിലെ 6 മണിക്കാണ് സംഭവമുണ്ടായത്. ഐസ്വാൾ നഗരത്തിലെ മെൽത്തൂമിലും ലിമ്മനിലുമിടയിലാണ് ക്വാറി ഇടിഞ്ഞത്. റിമാൽ ചുഴലിക്കാറ്റിന് തുടർച്ചയായാണ് മിസോറാമിൽ മഴ കനത്തത്. മിസോറാമിൽ കനത്ത നാശനഷ്ടമാണ് റിമാൽ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മരങ്ങൾ കടപുഴകി, ഇലക്ട്രിക് പോസ്റ്റുകൾ വീണു. മിസോറാമിന് പുറമെ ബംഗാൾ, അസം സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലും റിമാൽ ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുകയാണ്. ബംഗ്ലാദേശിൽ ചുഴലിക്കാറ്റിൽ 10 മരണമുണ്ടായി. ബംഗ്ലാദേശിലെ 19 ജില്ലകളിലായി 37.58 ലക്ഷം ജനങ്ങളെ ചുഴലിക്കാറ്റ് ബാധിച്ചു. 35,483 വീടുകൾ പൂർണ്ണമായും തകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിലെത്തും. ഈ മാസം 30-ന് വൈകിട്ട് കന്യാകുമാരിയിലെത്തുന്ന മോദി 31-ന് രാവിലെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായി വിവേകാനന്ദ പാറയിലേക്ക് പോകുമെന്നാണ് വിവരം. 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി ധ്യാനത്തിനായി ഉത്തരാഖണ്ഡ് കേദാർനാഥിൽ എത്തിയിരുന്നു. അന്ന് 17 മണിക്കൂറോളമാണ് കേദാർനാഥിലെ ധ്യാനഗുഹയിൽ മോദി ചിലവഴിച്ചത്. അതേസമയം പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ കന്യാകുമാരി സന്ദർശനത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചു. കന്യാകുമാരി വിനോദസഞ്ചാര കേന്ദ്രവും വിവേകാനന്ദ മണ്ഡപവും പരിസരവും പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിയന്ത്രണത്തിലാണ്. പ്രധാനമന്ത്രിയുടെ യാത്രാ വിവരങ്ങൾ ചോർന്നു. വരുന്ന 30-ാം തീയതി കന്യാകുമാരിയിലേക്ക് എത്തേണ്ടതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിവരങ്ങളാണ് ചോർന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച യാത്രാ വിവരങ്ങളുടെ പകർപ്പ് ന്യൂസ് 18-ന് ലഭിച്ചു. കോൺഗ്രസ് പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതെന്ന് മോദി. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകും. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ല. എൻഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇനി ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ കാണാം. നമസ്കാരം. മണ്ണിടിച്ചിലിൽ തകർന്ന പാപ്പുവ ന്യൂ ഗിനിയയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണച്ച് ഇന്ത്യ. $1 മില്യൺ അടിയന്തര ദുരിതാശ്വാസ സഹായം ഇന്ത്യ പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിലിൽ 100 കണക്കിന് ആളുകൾ മണ്ണിനടിയിലാവുകയും വൻ നാശവും ജീവഹാനിയും സംഭവിച്ചിരുന്നു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച മൈസൂരുവിലെ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടലിന് നൽകാനുള്ള 80.6 ലക്ഷം രൂപയുടെ ബിൽ കുടിശ്ശിക കർണാടക സർക്കാർ അടയ്ക്കും. വനമന്ത്രി ഈശ്വർ ഖണ്ഡ്രെയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം ബന്ദിപ്പൂർ പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ 50ാം വാർഷികത്തിന് കടുവ സെൻസസ് പ്രഖ്യാപനത്തിനെത്തിയപ്പോഴാണ് മോദി ഹോട്ടലിൽ തങ്ങിയത്. ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണിയെ തുടർന്ന് യാത്രക്കാരെ തിരിച്ചിറക്കി. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിനായിരുന്നു ബോംബ് ഭീഷണി. വിമാനം കൂടുതൽ പരിശോധനയ്ക്കായി വിമാനത്താവളത്തിലെ ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി. ഇടക്കാല ജാമ്യം നീട്ടിക്കിട്ടണമെന്ന് കാണിച്ച് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ അടിയന്തര വാദം കേൾക്കണമെന്ന അപേക്ഷ സുപ്രീംകോടതി തള്ളി. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിക്കിട്ടണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടത്. ഹർജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് കൈമാറുമെന്നും ഇക്കാര്യത്തിൽ എപ്പോൾ വാദം കേൾക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമെന്നും ജസ്റ്റിസ് JK മഹേശ്വരി പറഞ്ഞു. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഡൽഹിയിലെ കർക്കർദൂമ കോടതിയാണ് മുൻ JNU വിദ്യാർത്ഥിയായ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. UAPA കേസിൽ 2020 സെപ്റ്റംബർ മുതൽ ജയിലിൽ കഴിയുകയാണ് ഉമർ ഖാലിദ്. സന്ദേശ് ഗാലിയിൽ ED സംഘത്തിന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനും മറ്റ് 6 പ്രവർത്തകർക്കുമെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. പശ്ചിമ ബംഗാളിലെ റേഷൻ വിതരണ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ പോയ ED സംഘം 1000-ഓളം വരുന്ന ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിനാണ് ഇരയായത്. UAPA കേസിൽ തടവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ E. അബൂബക്കറിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. UAPA പ്രകാരം തനിക്കെതിരെ NIA ചുമത്തിയ കേസിൽ യാതൊരു തെളിവുമില്ലെന്ന് അബൂബക്കർ വാദിച്ചെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കേഡർമാരെ പരിശീലിപ്പിക്കാൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിന് അബൂബക്കറിനെതിരെ തെളിവുണ്ടെന്നും നിരവധി കേസുകൾ ഉണ്ടെന്നും വിട്ടയക്കരുതെന്നും NIA വാദിച്ചു. ഇതോടെ ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഹൈഷത്തുൽ ഷംനയാണ് ദേശീയ വാർത്തകളുമായി ചേർന്ന് നമ്മൾ വീണ്ടും ഇനി കേരളത്തിലേക്ക് എത്തുമ്പോൾ തൃശൂർ പെരിങ്ങനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിങ്ങനം പൊന്മാനിക്കുടം സ്വദേശി 56 വയസ്സുള്ള ഉസൈബയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിയ 178 പേർക്ക് ഭക്ഷ്യവിഷബാധ സംശയിക്കുന്നുണ്ട്. അതേസമയം സെയിൻസ് ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. കഴിഞ്ഞ മാസം വരെ പ്രവർത്തിച്ചത് മറ്റൊരാളുടെ ലൈസൻസിലാണ്. നിലവിലെ നടത്തിപ്പുകാരനായ റഫീഖിന് ലൈസൻസ് കിട്ടിയിട്ടില്ല. പാസിംഗ് ഔട്ട് ദിനത്തിലെ പ്രതിജ്ഞയ്ക്ക് അനുസൃതമായി സർവീസിലുടനീളം പ്രവർത്തിക്കണമെന്ന് യുവ പോലീസ് സേനാംഗങ്ങളോട് മുഖ്യമന്ത്രി. തലസ്ഥാനത്ത് നടന്ന പാസിംഗ് ഔട്ട് പരേഡിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. തുടക്കം എന്ന നിലയിൽ ഒരു പ്രതിജ്ഞ ഇവിടെ എടുക്കുകയാണ്. പോലീസ് ഗുണ്ടാബന്ധത്തിൽ CPMനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷ നേതാവ്. CPM ജില്ലാ കമ്മിറ്റികളാണ് SP മാരെ നിയമിക്കുന്നത്. പോലീസിന്റെ ആത്മവീര്യം തകർത്തു. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ലെന്നും VD സതീശൻ ആരോപിച്ചു. ബാർക്കോഴ വിവാദത്തിൽ ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോവ് ബാർ ഉടമ അരവിന്ദാക്ഷന്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ 2.5 ലക്ഷം രൂപ നൽകിയെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. പണം നൽകിയിട്ടില്ലെന്നും പണം നൽകാൻ നിർദ്ദേശമുണ്ടായിരുന്നില്ലെന്നുമാണ് അരവിന്ദാക്ഷൻ മൊഴി നൽകിയത്. ഡ്രൈ ഡേ ടൂറിസ്റ്റുകൾക്കും ഇവന്റുകൾ നടത്തുന്ന പാർട്ടികൾക്കും അലോസരമാണെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. ഡ്രൈ ഡേ മാറ്റിയതുകൊണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ബാർക്കോഴ വിവാദത്തിൽ ആദ്യം നുണ പറഞ്ഞത് മന്ത്രിമാരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യത്തിൽ അനാവശ്യ തിടുക്കം ടൂറിസം വകുപ്പ് കാട്ടി. ടൂറിസം സെക്രട്ടറിക്ക് മദ്യനയത്തിൽ റോളില്ലെന്നും വകുപ്പ് മന്ത്രി മറുപടി പറയട്ടെയെന്നും VD സതീശൻ പ്രതികരിച്ചു. പന്തീരങ്കാവ് കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കേസിൽ ഇരുവരെയും 2ഉം 3ഉം പ്രതികളാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശം. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പീഡന പരാതി. സിനിമയിൽ അവസരം തരാമെന്ന് വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചെന്ന യുവനടിയുടെ പരാതി. കേസിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് ഒമർ ലുലുവിന്റെ വിശദീകരണം. നടിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. പരാതിക്ക് പിന്നിൽ സൗഹൃദം ഉപേക്ഷിച്ചതിലുള്ള വിരോധമാണെന്നും പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പീഡന പരാതിയുമായി
മലയാളത്തിലെ ഒരു നടി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. പക്ഷേ നെടുമ്പാശ്ശേരി പോലീസ് ഇക്കാര്യം വ്യക്തമാക്കുന്നില്ല. ഇക്കാര്യം കൺഫേം ചെയ്യാത്ത, സ്ഥിരീകരിക്കാത്ത തരത്തിലാണ് പോലീസ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും യുവനടിയാണ് ഒമർ ലുലുവിനെതിരെ ഇങ്ങനൊരു പീഡന പരാതി ഉന്നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒമർ ലുലുവിന്റെ സിനിമകളിൽ അവസരം തരാമെന്ന് പറഞ്ഞ് നിരവധി തവണ പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി. അതേസമയം നടിയുമായി ദീർഘകാലം അടുത്ത സൗഹൃദത്തിലായിരുന്നുവെന്നും ഇത് സൗഹൃദം ഉപേക്ഷിച്ചതിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇത്തരമൊരു പരാതിക്ക് പിന്നിലുമെന്നാണ് ഒമർ ലുലു പ്രതികരിച്ചത്. മാത്രമല്ല, ഇത് ബ്ലാക്ക് മെയിലിംഗ് നടത്തി പണം തട്ടാനുള്ള ഒരു തന്ത്രം കൂടിയാണ്, നടിയുടെ ഒരു തന്ത്രം കൂടിയാണ് എന്നും ഒമർ ലുലു പ്രതികരിക്കുകയുണ്ടായി. നേരത്തെ തന്നെ ഒമർ ലുലുവിന്റെ നല്ല സമയം എന്നൊരു സിനിമയിൽ MDMA ഉപയോഗിക്കുന്ന സീനുകൾ കാണിച്ചു എന്ന് കാട്ടി കോഴിക്കോട് എക്സൈസ് റേഞ്ച് ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ സിനിമയിലെ രംഗങ്ങൾ അത്തരത്തിൽ പോകട്ടെ എന്ന് ഒരു ഉത്തരവോട് കൂടി ഹൈക്കോടതി അതേ ഹർജി തള്ളുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഉപഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് A. ബദറുദ്ദീനാണ് പിന്മാറിയത്. ഹർജി ജസ്റ്റിസ് PG അജിത് കുമാർ അധ്യക്ഷനായ ബെഞ്ച് പിന്നീട് പരിഗണിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും മുൻപ് നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6665, പവൻ 53,320. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5550, പവന് 44,400. വെള്ളി ഗ്രാമിന് 100, കിലോയ്ക്ക് 10,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.